രാജ്യതലസ്ഥാനമാണ്. നമ്മുടെ സൈന്യവും പോലീസ് സേനയുമൊക്കെ ഉറക്കമിളച്ച് കാവൽ നിൽക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി. ഒരു തീവ്രവാദി പോലും അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്ന് സദാസമയം നിരീക്ഷിക്കുന്നുണ്ട്. ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും സുരക്ഷയൊരുക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും ആര് സംരക്ഷണം നൽകും? ഈ ഭരണകൂടത്തിന്റെ മൂക്കിൻ തുമ്പത്ത് പോലും കുരുന്നുകൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുകയാണ്. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് ഞെട്ടലോടെയാണ് കേട്ടത്. നരേല മേഖലയിൽ കഴിഞ്ഞ ദിവസമാണ് മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമുണ്ടായത്. കേസിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ഡൽഹിയിലാണ് രാജ്യത്തെ ആകെ ഞെട്ടിച്ച കൊടും ക്രൂരത നടന്നത്. 10 വയസ്സുകാരിയെ പ്രദേശവാസികളായ 2 യുവാക്കൾ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. നരേല പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. വീട്ടുകാരും ബന്ധുക്കളും തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് അർദ്ധരാത്രിയോടെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. തെരച്ചിൽ നടക്കുന്നതിനിടയിൽ പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം തല തകർത്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 20-കാരനായ രാഹുൽ, ദേവദത്ത് എന്നിവരാണ് പിടിയിലായത്. രാത്രി അത്താഴത്തിനു ശേഷം വീടിന് പുറത്തിറങ്ങിയ പെൺകുട്ടിയെ അയൽവാസിയായ രാഹുൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അടുത്തുള്ള ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് പ്രതികൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെയും സുഹൃത്ത് ദേവദത്തിനെയും പോലീസ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. രാഹുൽ റബ്ബർ സിലിണ്ടർ ട്യൂബ് നിർമ്മാണ ഫാക്ടറിയിലും ദേവദത്ത് കുടനിർമ്മാണ ഫാക്ടറിയിലും ജോലി ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങളും പോക്സോയിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി.